ഇതൊരു ഷോർട്ട് തിയറിയാണ്. സ്പൂറിയസ് എനർജി മോഡ് എന്നാണ് നിങ്ങളുടെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ ചോദിക്കാം. സ്പൂറിയസ് എനർജി മോഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇത് ഷിയർലോക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. അതായത് ഷിയർലോക്കിംഗ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഈ സ്പൂറിയസ് എനർജി മോഡുകളെ കുറിച്ച് പറയുന്നുണ്ട്. പേര് പറയുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷേ ഈ കോൺസെപ്റ്റിനെ കുറിച്ച് അവിടെയും പറയുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പൊ ഇതിൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എളുപ്പത്തിന് നമുക്കൊരു റബ്ബർ സ്ക്വയർ ഉണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് യു അപ്ലൈ എ ഫോഴ്സ്, നിങ്ങൾ അതിനകത്തൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ അത് സ്ട്രെച്ച് ചെയ്യും, അത് സ്ക്വീസ് ചെയ്യപ്പെടും. ഓക്കെ, എന്നിട്ട് അതിനർത്ഥം അത് സ്ട്രെച്ച് ചെയ്യാൻ സ്ക്വീസ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ദർ ഇസ് സം എനർജി സ്റ്റോർഡ് ഇൻ ഇറ്റ്, അല്ലെ? അതിന് നമ്മൾ സ്ട്രെയിൻ എനർജി എന്ന് വിളിക്കും. അപ്പോൾ സ്പൂറിയസ് എനർജി മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡീഫർമേഷൻ വേർ ദ എലമെന്റ് ഫിസിക്കലി ചേഞ്ച് ഷേപ്പ് ബട്ട് ദ ഫൈനൈറ്റ് എലമെന്റ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ് കാൽക്കുലേഷൻ റെക്കോർഡ്സ് സീറോ സ്ട്രെയിൻ എനർജി. അതായത് ഡീഫർമേഷൻ ഉണ്ടായിട്ടുണ്ടാവും, ഷേപ്പ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസിലെ കാൽക്കുലേഷനിൽ സീറോ സ്ട്രെയിൻ എനർജി ആയിരിക്കാം റെക്കോർഡ് ചെയ്യപ്പെട്ടത്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഫാൾസ് ആണ്, ഇല്ലെജിറ്റിമേറ്റ് ആണ്, സ്യൂഡോ ആണ്, കള്ളത്തരമാണ് എന്നൊക്കെ നമുക്ക് പറയാം, പറ്റിക്കലാണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇങ്ങനെ പോസിബിൾ അല്ല. കാരണം അത് ചേഞ്ച് ഷേപ്പ് ആയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ആയിരിക്കും, പക്ഷേ FEA കാൽക്കുലേഷനിൽ സീറോ ആയിട്ട് റെക്കോർഡ് ചെയ്യപ്പെടും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ഡസ് ദിസ് ഹാപ്പൻ? അതായത് നമ്മൾ ഇപ്പോൾ സ്ട്രെയിൻ എനർജി നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് സ്ട്രെയിൻ എനർജി റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷിയർ സ്ട്രെയിൻ ആദ്യം റെക്കോർഡ് ചെയ്യണം. ആ ഷിയർ സ്ട്രെയിൻ റെക്കോർഡ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് റെക്കോർഡ് ചെയ്യാം എന്ന് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അത് നമുക്ക് തീരുമാനിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഷിയർ സ്ട്രെയിൻ തീരെ അവൈലബിൾ അല്ലാത്ത സ്ഥലങ്ങൾ, അതായത് ഇപ്പോൾ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ക്രോസ് സെക്ഷനിൽ ഇപ്പോൾ ന്യൂട്രൽ ആക്സിസ് ഉണ്ടെന്ന് വിചാരിച്ചു. ആ ന്യൂട്രൽ ആക്സിസിന്റെ അവിടെ ഷിയർ സ്ട്രെയിൻ ചിലപ്പോൾ സീറോ ആയിരിക്കും, പക്ഷെ ബാക്കിയുള്ള പോയിന്റുകളിൽ ഷിയർ സ്ട്രെയിൻ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗോസ് പോയിന്റുകൾ അല്ലെങ്കിൽ സെൻസിങ് സ്റ്റേഷൻസ് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഈ ഷിയർ സ്ട്രെയിൻ സെൻസ് ചെയ്യാനായിട്ട് മൊത്തം ഏരിയയിൽ സെൻസ് ചെയ്യുന്നതിന് പകരം നമ്മൾ പറയാണ് അവിടെ മാത്രം സെൻസ് ചെയ്താൽ മതി. ഇപ്പൊ മഴ റെക്കോർഡ് ചെയ്യുന്നത് നമ്മളെങ്ങനെ റെക്കോർഡ് ചെയ്യുക? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് തൃശ്ശൂരിലെ മഴ റെക്കോർഡ് ചെയ്യണം എന്ന് വിചാരിച്ചു, മഴ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു റെയിൻ ഗേജ് എടുത്ത് ഒരു സ്റ്റേഷനിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് ആ സ്റ്റേഷനിൽ എന്താണ് വാല്യൂ കിട്ടുന്നത് അതായിരിക്കും നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ ആ സ്റ്റേഷൻ വെച്ചിരിക്കുന്ന സ്ഥലത്ത് മഴ പെയ്തു, വേറെ സ്ഥലങ്ങളിലൊന്നും മഴ പെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ സ്റ്റേഷൻ അപ്പൊ തൃശ്ശൂരിൽ മഴ പെയ്തു എന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യും, അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്ക്. തൃശ്ശൂർ ജില്ല മൊത്തം ഉണ്ട്, ഒരു സ്ഥലത്താണ് റെയിൻ മെഷർ ചെയ്യുന്നതെന്ന് വിചാരിച്ചു. ആ സ്ഥലത്ത് മഴ പെയ്തില്ല, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മഴ പെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും? മഴ പെയ്തിട്ടില്ല എന്നായിരിക്കും റെക്കോർഡ് ആവുക. അതാണ് നമ്മൾ സെൻസിങ് സ്റ്റേഷൻ വേജ് പോയിന്റ്സ് എന്നൊക്കെ പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷിയർ സ്ട്രെയിൻ വരുന്നത് കൊണ്ട് തന്നെ, അതായത് ഈ ഷിയർ സ്ട്രെയിൻ നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്ട്രക്ചറിൽ ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷിയർ സ്ട്രെയിൻ കൊണ്ട് ഒരു അഡീഷണൽ സ്റ്റിഫ്നെസ് ഈ മെറ്റീരിയൽസിന് ഫീൽ ചെയ്യും. ഓക്കെ, അതായത് ശരിക്കും പറഞ്ഞാൽ ബെൻഡിങ് ആണ് സംഭവിക്കേണ്ടത്, പക്ഷെ ബെൻഡിങ് സംഭവിക്കുന്നതിനൊപ്പം തന്നെ ഷിയറും സംഭവിക്കുന്നത് കൊണ്ട് ഈ ഷിയർ സ്ട്രെയിൻ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള എന്താ പറയുക സ്റ്റിഫ്നെസ് ഈ ഒരു മെമ്പറിന് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആ ബീം നല്ലപോലെ വളയും, പക്ഷെ ഫൈനൈറ്റ് എലമെന്റ് മോഡലിൽ നമുക്ക് ഉത്തരം കിട്ടുമ്പോൾ അത് അത്രമാത്രം വളഞ്ഞതായിട്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റെസിഡ്യൂൽ ആയിട്ടുള്ള സ്ട്രെയിൻ ഫോം ചെയ്തത് കൊണ്ട് അതും കൂടെ കാൽക്കുലേഷനിൽ എടുക്കുന്നുണ്ട്. അപ്പൊ അതിനെ നമുക്ക് കാൽക്കുലേഷനിൽ എലിമിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോസ് പോയിന്റ്സ് നമ്മൾ ഫിക്സ് ചെയ്യും. സീറോ സ്ട്രെയിൻ ഉള്ള പോയിന്റ്സ് അവിടെ മാത്രമേ ഷിയർ സ്ട്രെയിൻ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് നമ്മൾ FEA സോഫ്റ്റ്വെയറിന് പറഞ്ഞു കൊടുക്കും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോയിന്റുകളിൽ സീറോ ആയിരിക്കും റെക്കോർഡ് ചെയ്യുക. അങ്ങനെ സീറോ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സീറോ ഷിയർ സ്ട്രെയിൻ ആയിരിക്കും. അപ്പൊ അത് തരുന്ന റിസൾട്ട് കുറച്ചും കൂടെ വലിയ റിസൾട്ട് തരും, ഡിഫ്ലക്ഷൻ തരും, വിച്ച് റിസംബിൾസ് ദാറ്റ് ഓഫ് ആക്ച്വൽ ഫീൽഡ്. ഇതിനെയാണ് നമ്മൾ സീറോ എനർജി മോഡ് എന്ന് പറയുക. ഓക്കെ, സോ ദാറ്റ് ഈസ് സീറോ എനർജി മോഡ്.